ഹായ് ഫ്രണ്ട്സ്, സെൻട്രൽ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം അകത്തിച്ചീരയെ പറ്റിയാണ്. അകത്തിച്ചീരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇപ്പം അടുക്കളത്തോട്ടത്തിന്റെ ഒരു ഭാഗമാക്കി അകത്തിച്ചീര വളർത്തുന്നുണ്ട്. പലതരത്തിലുള്ള അകത്തിച്ചീരകളുണ്ട്. മഞ്ഞയും ചുമപ്പും വെള്ളയൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം മഞ്ഞയില്ല. നമുക്ക് നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ചുമപ്പും വെള്ളയും വിത്ത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതുപോലെയാണ് വിത്ത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒരു കവറിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിത്ത് വീട്ടിലെത്തുക. വിത്ത് മുളപ്പിച്ചെടുത്ത അകത്തിച്ചീരയാണിത്. ഇത് ഞാനിപ്പോൾ നടാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേണ്ട എയർ പ്രൂണിങ് പോട്ടാണ്. കാരണം ഇത് തറയിൽ നടുവാണെങ്കിൽ വലിയ മരം പോലെ ആകും. എന്നാൽ അടുക്കളത്തോട്ടത്തിൽ നമുക്കിതിനെ പ്രൂൺ ചെയ്ത് ചെറിയ രീതിയിൽ നിർത്തുകയും നിറച്ച് പൂക്കൾ ലഭിക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എയർ പ്രൂണിങ് പോട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ എയർ പ്രൂണിങ് പോട്ടോ ഡ്രമ്മോ അല്ലെങ്കിൽ വലിയ ചട്ടിയോ ഒക്കെ വേണം നമ്മളിത് നടാനായിട്ട് എടുക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ വളങ്ങളെല്ലാം കൂടെ, അടിവളം എല്ലാം കൂടെ കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ്. ഇതില് ഞാൻ സെൻട്രൽ ഭാഗത്തായിട്ട് കുഴിയെടുത്തിട്ടാണ് ഇതിനെ നടുന്നത്. നല്ല വേര് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വാമും കൂടെ ചേർത്താണ് ഞാൻ നടുന്നത്. അത് വാം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെസിക്കുലർ അർബസ്കുലർ മൈക്കോറൈസിയ എന്ന് പറയുന്ന ഒരു ജൈവ ജീവാണു വളമാണ്. വേര് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കർഷകർ ഇപ്പൊ സജീവമായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇതും നമ്മൾ എവിടെയാണോ ചെടി നടാൻ ഉദ്ദേശിക്കുന്നത് കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത്ര ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചെടി കണ്ടോ, കുറച്ചങ്ങ് നീണ്ടുപോയത് കണ്ടോ? കാരണം വെയിൽ കിട്ടാതെ ഒരു സൈഡിൽ മാറി ഇരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പോയത് കേട്ടോ. നല്ല വെയിലത്ത് നിൽക്കുകയായിരുന്നെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം രാവിലത്തെ ഇളം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കുറുകി തന്നെ നല്ല കരുത്തുള്ള തൈകളായിട്ട് കിട്ടും. ഇതും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നീണ്ടുപോയെന്നേ ഉള്ളൂ. ഇനി ഇതിനെ നടുവാണേ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല. നല്ല വെയിലുള്ളിടത്താണ് അകത്തിച്ചീര നടേണ്ടത്. ഏകദേശം 15 ദിവസം കൂടുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുള്ള ഏത് വളമാണ്, നമ്മൾ സാധാരണ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളം ഏതാണോ അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പം വെയിലായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ പൂ വരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. നല്ല രീതിയിൽ തന്നെ വളം കൊടുത്ത് പരിപാലിച്ച് കൊണ്ടുവരുവാണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് പൂ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ 300-ലധികം വെറൈറ്റി പച്ചക്കറി വിത്തുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇതുപോലെയാണ് അകത്തിച്ചീര നടുന്നത്. അകത്തിച്ചീരയുടെ വിത്തുകൾ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.